എല്ലാവർക്കും ജിഗ്നി എക്സ്പ്ലോററിന്റെ ഓണാശംസകൾ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കുടക്കല്ലു പറമ്പ് എന്ന സ്ഥലമാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്തുള്ള വെള്ളർക്കാട് ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കുടക്കല്ലു പറമ്പ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുടക്കല്ലു പറമ്പ് കോമ്പൗണ്ടിനകത്തേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ രേഖകളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ വെച്ചിരിക്കുന്നത് അംബ്രല്ല സ്റ്റോൺ, ഹാഡ് സ്റ്റോൺ, പിന്നെ ഹുഡ് സ്റ്റോൺ അഥവാ മൾട്ടിപ്പിൾ ഹെഡ് സ്റ്റോൺ, അതായത് കുടക്കല്ല്, തൊപ്പിക്കല്ല് അല്ലെങ്കിൽ പത്തിക്കല്ല്. ഈ 3 ടൈപ്പ് കല്ലുകളുടെ ആണ് ഇവിടെ കാണുന്നത്. 4000 വർഷം മുമ്പുള്ള ശിലായുഗത്തിലുള്ള ഒരു ശവക്കല്ലറയാണ് ഇത്. നമുക്കതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മളവിടെ ആദ്യമായിട്ട് കാണുന്ന ഈ കല്ലിനെയാണ് തൊപ്പിക്കല്ല് എന്ന് പറയുന്നത്. ഒരു തൊപ്പിയുടെ ആകൃതിയിലുള്ളത്. തൊട്ടടുത്ത് കാണുന്നതാണ് പത്തിക്കല്ല് എന്ന് പറയുന്നത്. പത്തിക്കല്ല് എന്ന പേര് വരുന്നത് ഏതാണ്ട് ഒരു പാമ്പിന്റെ പത്തി പോലെ കിട്ടുന്ന ഏതാണ്ട് ഒരു 6 അടി നീളം വരുന്ന ആണ് ഒരു കല്ല്. ഇവിടെ കാണുന്ന പത്തിക്കല്ലുകളാണ്. ഓരോ ശവകുടീരത്തിലും 6 മുതൽ ഏതാണ്ട് 16 വരെയുള്ള പത്തിക്കല്ലുകളെല്ലാം കാണും. ഇവിടെയുള്ള കല്ലുകളെല്ലാം ഇളകി കിടക്കുന്നത് അതാത് സ്ഥാനത്ത് തന്നെ ഇളകി കിടക്കുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കല്ലുകൾ ഒന്നും സ്ഥാനചലനം ചെയ്യാൻ പാടില്ല. എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ കിടക്കണം. ഏതെങ്കിലും ഒരു കല്ല് നമ്മൾ സ്ഥലം മാറ്റി വെച്ചാൽ തന്നെ അതിനായിട്ടുള്ള പണിഷ്മെന്റ് തന്നെയാണ് പറയുന്നത്. 1 ലക്ഷം രൂപ ഫൈൻ ഈടാക്കും എന്നുള്ളതാണ്. അതായത് പുരാതനമായിട്ടുള്ള ഈ കല്ലുകളെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് 4000 വർഷം മുമ്പുള്ള ഒരു കല്ലറയാണിത്. വളരെയധികം കല്ലറകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ശിലായുഗത്തിലെല്ലാം മരിച്ചു കഴിഞ്ഞാൽ സാധാരണ നന്നങ്ങാടി എന്ന് പറഞ്ഞ ഒരു കുടം പോലെയുള്ള അതിനുള്ളിൽ മനുഷ്യനെ അടക്കം ചെയ്തതിനു ശേഷം കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടിയതിനു ശേഷം അതിന് മുകളിൽ കല്ലുകൾ കയറ്റി വെച്ചിരിക്കുന്നതാണിത്. ശിലായുഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് വേറൊരു ടൂൾസ് ഒന്നും ഇല്ലാതെ കല്ലുകൊണ്ട് തന്നെ മറ്റൊരു കല്ലിനെ കൊത്തി രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്.
പറമ്പിനകത്ത് ഇങ്ങനെ ഒരു വലിയ കിണർ ഇവിടെ കാണാം. കിണർ കുത്തിയിരിക്കുന്ന തന്നെ ഇതിന് താഴെ നിന്ന് ചളി എടുത്തിട്ട് ആ ചളിയിൽ പൊതിഞ്ഞാണ് ഈ ശവക്കല്ലറയുടെ കല്ലുകളെല്ലാം കയറ്റി വെച്ച് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നേരെ കാണുന്നതാണ് കുടക്കല്ല് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു കൂണിന്റെ ആകൃതിയിലുള്ളത് 4 കല്ലുകൾ ചേർത്ത് വെച്ച് അതിന് മുകളില് ഈ കല്ല് വെറുതെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ചില 2-3 കല്ലുകൾ മാത്രമാണ് ഇപ്പോഴിങ്ങനെ പൂർവ്വസ്ഥിതിയിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം 2ആയി പിളർന്ന് ചിലതെല്ലാം വളരെ കഷ്ടങ്ങളായി താഴെയും വീണ് കിടക്കുന്നുണ്ട്. വെട്ടുകല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത്. ഈ കല്ലിന്റെ തന്നെ ഒരു ഭാഗം, ഒരു പോർഷൻ അല്പം അടർന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ താഴെ കാണാം. വെറുതെ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള കല്ല് ഇവിടെ 3 കല്ലിന്റെ മുകളിലായിട്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഈ സ്ഥലമെല്ലാം ഒന്ന് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ ഏതാണ്ട് ഈ സ്ഥലത്ത് വന്ന് നടന്ന് കണ്ട് എല്ലാം നേരിട്ട് കണ്ടായതോ പ്രതീതി തോന്നും. നമുക്ക് ഇവിടുത്തെ കൊണ്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് തുടർന്ന് വീഡിയോ കാണാം.
കേരളത്തിൽ ഇതുപോലെയുള്ള 2 സ്ഥലമാണ് ഉള്ളത്. ഒന്നിവിടെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലവും, അതുപോലെ തന്നെ ഗുരുവായൂരിനടുത്തുള്ള അരിയന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. അവിടെ ഇത്രയധികം കുടക്കല്ലുകളൊന്നുമില്ല. അടുത്തൊരു വീഡിയോയിൽ ഞാനത് വിശദമായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.